രാജ്യത്തെ പരീക്ഷകൾ ഏകീകരിച്ചതിന് ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമായിരുന്നു ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന നിലയിലേക്ക് നീറ്റ് അവതരിപ്പിച്ചത്. ആ നീറ്റിലാണ് വലിയ ക്രമക്കേട് ഉണ്ടായത്. യെസ്, അതായത് വലിയ ലോബിയിങ് നടക്കുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വലിയ ലോബികളുണ്ട്. ഇതിനു മുമ്പും രാജ്യത്ത് പലപ്പോഴും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നതൊക്കെ മുടന്തൻ ന്യായമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നതായിരുന്നു സമരക്കാരുടെ നിലപാട്. ഇപ്പോൾ ചോദ്യപേപ്പർ ലോബിയായി മാറുന്നു. ഇത് ചോർത്തുന്ന ലോബിയുണ്ട്. അതുമാത്രവുമല്ല, ആരോപണ വിധേയമായിട്ടുള്ള കൈകളിലേക്ക് വീണ്ടും എങ്ങനെയാണ് ഈ പരീക്ഷ നടത്തിപ്പെത്തിയത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ദിവസങ്ങൾ നീണ്ട പ്രതിഷേധം, ആ പ്രതിഷേധത്തിനൊടുവിൽ വാങ്ചുക്കിന്റെ നിരാഹാരം അവസാനിച്ചു. പക്ഷെ അപ്പോൾ പോലും ആളിക്കത്തുന്ന പ്രതിഷേധമായി ജന്തർ മന്ദറിലെ CJPയുടെ പ്രതിഷേധം മാറുന്നു. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തുന്നു. RSS BJP കേന്ദ്രങ്ങളിൽ പോലും എതിരഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാത്ത രാജി, അങ്ങനെയല്ലേ ഇപ്പോഴത്തെ ഈ രാജി വിശേഷിപ്പിക്കേണ്ടതായി വരുന്നത്? അഭിലാഷ്, ഇത് ധർമ്മേന്ദ്ര പ്രധാന് പാർട്ടിക്കകത്തു നിന്ന് തന്നെയുള്ള പിന്തുണ നഷ്ടപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതോടുകൂടിയാണ് രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കഴിഞ്ഞ ദിവസം തന്നെ RSS മേധാവി തന്നെ ഇത് സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്ന തരത്തിലുള്ളൊരു പ്രസംഗം അദ്ദേഹത്തിൻ്റെത് ഉണ്ടായിരുന്നു. പഴയ തലമുറയിലെ കുട്ടികളെപ്പോലെ അനുസരണ അങ്ങനെയല്ല പുതിയ തലമുറ, അവർ ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യങ്ങൾ സംവാദത്തിലൂടെ മറുപടി പറയാൻ കഴിയണം എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതൊരു സൂചന കൂടിയാണ്. ഇപ്പം ഈ പാർട്ടിക്കകത്ത് തന്നെ സംഘ പരിവാർ പ്രസ്ഥാനങ്ങൾക്കകത്ത് തന്നെ ഈ നിലപാടുകൾക്കെതിരെയുള്ള ഒരു നീക്കം ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വളരെ ഗൗരവതരമായൊരു വിഷയമാണ് എന്ന തരത്തിലുള്ളൊരു പ്രതികരണമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയും ആദ്യം തന്നെ തനിക്ക് ഈ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അത് ഒരു ചെറിയ വിഷയമല്ല, കുറ്റമറ്റ രീതിയിൽ പരീക്ഷാ സംവിധാനം നടത്താൻ ബാധ്യസ്ഥനാണ് താൻ എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയും ഇത് കർശനമായി ഇതിന് നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. മാത്രവുമല്ല, ഒരു നിയമ ഭേദഗതിയിലൂടെ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതും ഒക്കെ ഈ സാഹചര്യത്തിൽ, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രശ്നപരിഹാരം ഈ ഘട്ടത്തിൽ സാധ്യമാണോ എന്ന് BJP അവസാന നിമിഷം വരെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ യാതൊരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് വളരെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് തന്നെ CJP നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇതോടുകൂടിയാണ് ആ നിലപാടിലേക്ക് നീങ്ങാം എന്ന നിലപാടിലേക്ക് നീങ്ങാം എന്ന ഒരു തീരുമാനം BJP എടുക്കുകയും ചെയ്യുന്നു. ഏതായാലും ആ രാജി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ മുകളിൽ കനത്ത രാജിക്കാനുള്ള സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ ആ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ അതീവ ദുഃഖിതനാണ് താൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജി പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. മാത്രവുമല്ല, ഇത് രാജി പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധമുണ്ടാകും എന്ന ഒരു പ്രഖ്യാപനം വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നടത്തുന്നു. മാത്രവുമല്ല, മറ്റു പലയിടങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ പറ്റ്നയിൽ നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ്. നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന് മാത്രവുമല്ല, പൊടുന്നനെ ആഹ്വാനം ചെയ്യുന്ന ഈ പ്രതിഷേധങ്ങളിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ ഇരച്ചെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലടക്കം അത് നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധം ഇരമ്പി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ഇതാ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങളെത്തി എന്നതാണ്. അതായത് CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം, സമരം, അത് പരിപൂർണമായും വിജയിച്ചു. പൂർണ്ണമായ വിജയം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. 3 ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഈ സമരക്കാർ മുന്നോട്ട് വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. രണ്ടാമത്തെ ആവശ്യം എന്നത് ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ തുടർന്ന്, ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന്
മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് അടക്കമുള്ള നഷ്ടപരിഹാരം പോലെ ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടികൾ, കേസുകൾ റദ്ദാക്കണം. ഇതിൽ ആദ്യത്തെ ആവശ്യം, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം മാത്രമായിരുന്നു കേന്ദ്ര സർക്കാർ അംഗീകരിക്കാതിരുന്നത്. മറ്റ് 2 ആവശ്യങ്ങളും അനുഭാവപൂർണമായി പരിഗണിക്കും എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നതാണ്. കേന്ദ്രമന്ത്രിമാർ ഈ പ്രതിനിധികളുമായി CJPയുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആ ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ CJP തങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി ഒരു പ്രമേയം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നു എന്നതാണ്. ഇപ്പോഴിതാ 3 ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അവിടെയാണ് CJP എന്ന ഈ കൂട്ടായ്മ ഇത് രൂപപ്പെട്ടിട്ട് സാങ്കേതികമായി ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ്. അങ്ങനെ ഒരു സമരം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിന് കൃത്യമായൊരു നേതൃ സംവിധാനമില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അഭിഷേക് ദീപ് കെം സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട്, അതും പുറത്ത്, നമ്മുടെ രാജ്യത്തിന് പുറത്തിരുന്നു കൊണ്ട് ഒരു കമൻ്റായിട്ടത്, അതായത് പാർട്ടികൾ എന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ പരാമർശത്തെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾ പാർട്ടികൾ തന്നെ എന്നത് ആയിരുന്നു ഒരു മുദ്രാവാക്യമായി ഉയർത്തിയത്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. ആ രൂപീകരണ വേളയിൽ ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാർ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു പ്രതിഷേധം ഈ പാർട്ടിക്ക് കീഴിൽ ഉണ്ടാകുമെന്ന്. ആ പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായി ഇത് മാറി എന്നുള്ളതാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹി ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾക്ക് പലപ്പോഴായി സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും ഒടുവിൽ കർഷക സമരമായിരുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ നമ്മൾ കണ്ടത്. അതിനു മുമ്പ് അണ്ണാ ഹസാരിയുടെ സമരം കണ്ടതാണ്. അങ്ങനെയായിരുന്നു AAP എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ രൂപീകരണം ഉണ്ടായത്. അതേ ആം ആദ്മി പാർട്ടി പിന്നീട് രാജ്യതലസ്ഥാനം ഭരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ഒരു രാഷ്ട്രീയ കാഴ്ചയ്ക്ക് കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു കാഴ്ച കൂടി ഉണ്ടായി എന്നതാണ്. എങ്കിൽ ഇപ്പോഴിതാ യുവാക്കളുടെ മുന്നേറ്റം ആണ് നമ്മൾ കണ്ടത്. യുവാക്കളുടെ ആവശ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടതായി വന്നു. ആ ആവശ്യത്തെ തള്ളിക്കളയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാതെ പോകുന്നു. ദിവസങ്ങൾ നീണ്ട പ്രതിഷേധം, വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം, ഒടുവിലിതാ പ്രധാനമന്ത്രി തന്നെ രാജി സ്വീകരിച്ചിരിക്കുന്നു, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ രാജി ഉണ്ടാകുന്നില്ല എങ്കിൽ രാജിക്കപ്പുറത്ത് മറ്റൊരു കോംപ്രമൈസിനും ഇല്ല എന്ന് വളരെ കൃത്യമായി അസന്നിഗ്ധമായി തന്നെ ഈ പ്രതിഷേധക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. നിങ്ങൾ രാജിവെപ്പിക്കുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രിയുടെ രാജിയായി അടുത്ത ആവശ്യം മുന്നോട്ട് വെക്കും എന്നതായിരുന്നു പ്രതിഷേധക്കാർ പറഞ്ഞത്. നാളെ മുതൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് പാർലമെന്റ് മാർച്ചിനടക്കം ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വളരെ നിർണായകമാകുന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. യുവാക്കളുടെ പിന്തുണ ഏറി വരുന്ന ഒരു പശ്ചാത്തലം, അത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന സൂചനകൾ, ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.